എൻ്റെ ആദ്യത്തെ ട്രക്കിങ് സ്റ്റാർട്ടായി. ഞാൻ പോകുന്നുള്ളത് ഈ ഒരു ചെറിയ റിവർ ക്രോസ് ചെയ്യാനാണ്. നല്ല ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോവാണ്. എൻ്റെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട്. ഞാൻ പോകുന്നുള്ളത് FA ഫാൾസിലേക്ക്. അപ്പോൾ ഇവിടുന്ന് 75 കിലോമീറ്റർ. ആദ്യം ഇപ്പം ഞാൻ പോകുന്ന റോഡ് കണ്ടില്ലേ, ഫുള്ള് പണിയെടുക്കുന്ന റോഡ്. അപ്പം ഞാൻ ഇവിടുന്ന് മാറിയിട്ട് ഹൈവേ കയറണം. ഹൈവേ കയറാൻ ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. ആ 2 കിലോമീറ്റർ വരെ വണ്ടിയൊന്നും കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പോകുന്നുള്ള വണ്ടി മറ്റേ പണിയെടുക്കുന്ന വണ്ടി. അപ്പോൾ അത് പോകുമ്പോൾ ഫുള്ള് തൂളാണ് മേലിടി. അപ്പോൾ അതിന് നടന്നുകൊണ്ട് പോയിരിക്കുക. ഇതാ പച്ച കാണുന്നുണ്ടല്ലോ, അതാണ് മേഘാലയയുടെ അസംബ്ലി. ഇന്നലെ ഞാൻ റൂമിൽ നിൽക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, കാസർഗോഡത്ത് കുറേ ടീം വന്നിട്ട് അവിടുത്തെ ആ സൗണ്ടെല്ലാം കേട്ടുകൊണ്ട് ഞാൻ എന്തിപ്പോൾ മലയാളികളായിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് വന്നു നോക്കുമ്പോണ്ട്. ഞാൻ പണ്ടൊരു ട്രിപ്പ് പോയി, ഒരു ക്യാമ്പിൻ്റെ ഒന്ന് വെച്ച്, ആ ക്യാമ്പിൻ്റെ ഒരു ട്രിപ്പ്, അതായത് കൂടിയ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരെ കണ്ട് കുറേ ആൾക്കാരിൽ ഞാനൊന്ന് ട്രിപ്പ് പോകുമ്പോൾ എന്നെ കോർഡിനേറ്റ് ചെയ്താൽ, ഞങ്ങളുടെ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത ഒരു കോർഡിനേറ്ററായിരുന്നു ഇന്നും ഉണ്ടായത്. അപ്പോൾ ഓരെ കണ്ട് സംസാരിച്ച് ഓറും പോകുന്നുള്ളത് ഞാൻ പോകുന്ന അതേ FA ഫാൾസിലേക്ക്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു എന്തായാലും അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പിരിഞ്ഞു. അപ്പോൾ ഞാനും പോയിക്കൊണ്ടിരിക്കുക. പോകാനുള്ള റൂട്ടും ഇതാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് 75 കിലോമീറ്ററാണ് എനിക്കുള്ളത്. ട്രക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ട്രക്കിന് കൈയാട്ടി നോക്കാം. എൻ്റെ ആദ്യത്തെ ട്രക്ക് ഞാൻ കയറി. ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട്, അവിടത്തേക്കുള്ള ട്രക്കാണ് ഞാൻ ആദ്യം കയറുന്നതിന് മുമ്പ് ആ ഒരു ടാക്സിക്കാരനോട് ചോദിച്ചു ഇവിടുന്ന് ടാക്സി വല്ലതും കിട്ടുന്നുണ്ടോ പോകുന്നത്. അയാൾ പറഞ്ഞില്ല, ഫുൾ ടാക്സി ബുക്ക് ആക്കണം. അതേ സമയത്ത് ഈ വണ്ടിയും വന്നു. ഞാനിതിൽ കൈയാറ്റി ഇതിൽ കയറിയതും ആ ടാക്സിക്കാരന് ഭയങ്കര റാഷായി. കാരണം അയാൾക്ക് കിട്ടുന്ന പാടിക്കാണല്ലോ പോയതേ. അല്ല, ഞാൻ നടക്കുമായിരുന്നു, അയാൾക്കൊന്നും ഇഷ്ടം പോകില്ലായിരുന്നു. ബൈ. ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. भाई का नाम क्या है? गूगल. आपका? गोकुल. അപ്പോൾ ഗൈസ്, ഗോകുലിൻ്റെയും ഗൂഗലിൻ്റെയും കൂടെ ആ ട്രക്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 75 കിലോമീറ്റർ ഉണ്ട്. ठीक है, जा रहा हूँ. शुक्रिया, बहुत शुक्रिया. कोई बात नहीं, बढ़िया से जाइए. ठीक है, हम लोग को भी याद कीजिए कभी. मैं आ रहा हूँ, नेपाल के आ रहा हूँ. अच्छा, कोई बात नहीं. ठीक है भाई, जा रहा हूँ. ऐसा അങ്ങനെ ഓരൊക്കെ വന്നിട്ട് ഒരു ഹൈവേക്ക് എത്തി, ഒരിറങ്ങി. അടക്ക് പോയി. ഇപ്പം രണ്ടായിനി ഇവിടുന്ന് ഒരു ഗുവാഹട്ടി പോയത്, ഞാൻ ദൗക്കി പോകുന്നുള്ളത്. ഒരു പോയ റോഡ് അതും, ഞാൻ പോകുന്ന റോഡ് ഇതും. അപ്പോൾ ഇനി ഇവിടുന്ന് വേറെ വല്ല വണ്ടിയായിട്ട് വരുന്ന നോക്കണം, വന്നാൽ കയറണം. ഇവിടെ നോക്കി ഒരു മനുഷ്യന്മാരില്ല. സത്യം പറഞ്ഞിട്ടുണ്ടല്ല, എനിക്കിന്ന് ഓരെ കിട്ടിയത് വലിയ ഭാഗ്യം. കാരണം ഇന്ന് ഞായറാഴ്ച ഇവിടെ മേഘാലയ ഫുള്ള് ബന്ധു. ഒരു ഷോപ്പ് തുറക്കൂല, അതായത് ക്രിസ്ത്യൻസിന് എന്തോ പരിപാടി തോന്നുന്നു. ഒരു ഷോപ്പ് തുറക്കില്ല, ഒന്നും തുറക്കില്ല, കംപ്ലീറ്റ് മേഘാലയ ബന്ദ്. ടാക്സിക്കാരായാലും അറക്കുന്ന റേറ്റ്. ഞാനിപ്പോൾ എന്തായാലും വേറെ വണ്ടി കിട്ടും, അതിൽ കയറും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 60 കിലോമീറ്റർ മറ്റും ഉണ്ടാവും. 10 കിലോമീറ്റർ ആ വണ്ടിയിൽ വന്ന് ഇനി ഇവിടെ നിന്ന് 60 കിലോമീറ്റർ പോകാണ്ട് അതൊരു ട്രക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഞാൻ കുറേ വണ്ടിക്ക് കൈയാട്ടി, കുറേ ട്രക്കിന് കൈയാട്ടി. കുറേ ആൾ നിർത്തിച്ചിട്ടാ, കുറച്ച് ആൾക്കാർ നിർത്തിച്ച ആൾക്കാരെല്ലാം പറയുന്നത് എടുത്തോളും. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ താഴെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിട്ട് വണ്ടിക്കാലും കൈയാട്ടാണ്. അങ്ങനെ ഇപ്പോൾ താഴെ നടന്നുകൊണ്ടുണ്ട്. ഈ നടക്കുന്ന ജാഗെല്ലാം നിങ്ങൾ നോക്കിയല്ല. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച കൊണ്ട് ഒരൊറ്റ മനുഷ്യനില്ല, ഒരു ഷോപ്പും തുറന്നിട്ടില്ല. പിന്നെ ഈ റൂട്ടിലൊരു ഷോപ്പും കണ്ടിട്ടില്ല. അതെ അറിയിച്ചോ, വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ടേ. ഓ, വെറുതെ അല്ല ഇവിടെ ഒരു വണ്ടിക്കാർ കൈയാട്ടാൻ നിർത്തിക്കാത്ത. എല്ലാവരും വരുന്നതാ ഇവിടെ വണ്ടി വെക്കുന്നത്, ചായ കുടിക്കാൻ നിൽക്കുന്നത്. ചായ അല്ല, സോറി, ചായ ഉണ്ട്. വന്നിട്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ വണ്ടി വെക്കുന്നത്. ഒരു ഏട്ടൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട്, കാറാണ്. അയാളുണ്ട്, അയാളെ സിസ്റ്റർ മോളും കൂടി ഉണ്ട്. അപ്പോൾ അവരൊന്നിച്ച് ഞാൻ പോവാണ്. പോകുമ്പോൾ എനിക്ക് ഈ സാരി വരുത്താന്ന്. ഇതെന്താന്ന് ഇതൊക്കെയായി പോയി ഇതേപോലെ. നല്ലൊരു ഫുഡാണ്, നല്ല ടേസ്റ്റ് വരും. സംഭവം ഞാൻ നാട്ടിൽ കഴിച്ചോ, പേരെനിക്കറിയാലോ, ബട്ട് ടേസ്റ്റ് ഉണ്ട്. ഇയാള്
ഷിലോങ്ങിന്റെ ബൈപ്പാസ് വരെ ഉള്ളു. പിന്നെ അവിടെ നിന്ന് വേറെ വണ്ടിയൊക്കെ പിടിക്കേണ്ടി വരും. ഞാൻ ബാഗ് തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ തൊപ്പിയും വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഈ വ്യൂസ് ഒക്കെ കാണാൻ നല്ല സൂപ്പറായിട്ട്. ഞാൻ ഏകദേശം പിന്നെ ആ ലോറി കഴിഞ്ഞ് കുറേ നടന്നിട്ട് താഴെത്തിട്ടാകുമ്പോഴാണ് ഇയാൾ നിർത്തിച്ചത്. ഒരാളുടെ ഇങ്ങോട്ട് കാറാണ്. ഭയങ്കര ഉപകാരമായി. പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു ഉപകാരമൊക്കെ. പുള്ളി എന്ത് നല്ല മനുഷ്യനാ അറിയോ. ബൈ ഇതരത്തേക്ക് ഹായ് ബോലി. ഹായ് ബോലി. ഇതർ ഊപ്പർ. എന്ത് നല്ല മനുഷ്യനറിയോ. നമുക്ക് വേണ്ടി ഇവിടെ വണ്ടി നിർത്തിച്ച് വെള്ളമൊക്കെ വാങ്ങി തന്ന് കുടിക്കാൻ ഫ്രൂട്ടിക്ക് അടിച്ച് ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഫ്രൂട്ട്സ് തന്നെ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യാത്രയിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരെ കിട്ടുമ്പോണ്ടല്ല ശരിക്കും പിന്നെയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എൻകറേജ്മെന്റ് ഭയങ്കര ഫീലാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരിക്കലും ഇങ്ങനെ ചെയ്ത് തന്നെ നോക്കണം. ചെയ്ത് നോക്കിയവർക്ക് അത് മനസ്സിലാവും. ആ കാര്യത്തിൽ ഞാൻ ഷുവറാണ്. എന്നെ ഇറക്കി ആ വണ്ടി അങ്ങോട്ട് പോയി. അയാൾക്ക് പോകാനുണ്ടായത് ലെഫ്റ്റിലേക്കാണ്, ഞങ്ങൾക്ക് റൈറ്റ്. ജോവായിതാ ആ റോഡിലാണ് ഞങ്ങൾക്ക് പോകാൻ. ജോവായിക്ക് ഇനിയും 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എൻ്റെ യാത്രയും 9 അല്ല, ജോവായി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്കും കുറച്ചും കൂടി പോകാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഈ ഇവിടുത്തെ ട്രൈബ്സ് പറയുന്നുള്ളത് ഇത് ജിയോങ് അങ്ങനെ എന്തോ തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. കാശി എന്ന് പറയുന്നുള്ള ട്രൈബ്സ് ഉള്ളത് എവിടെ ഇല്ലാലും ഷിലോങ്ങിലാണ് കാശി ഉള്ളത്. ഇവിടുത്തെ ട്രൈബ്സിനെ പറയുന്നതാണ് ജിയോങ് അങ്ങനെ എന്താണെന്ന് ഇപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യം അത് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ഞാൻ ബട്ടൺ അമർത്താൻ മറന്നുപോയി. അങ്ങനെയുള്ള 2-3 പ്രാവശ്യം അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇനി ഇതിലൂടെ വേണം നമുക്ക് നടക്കാനും. ഇതിലൂടെ ഉള്ളോട്ട് നടന്നിട്ട് നമ്മളെ പെപ്പെ ഫാൾസിലേക്ക് എത്തും ഗായ്സ്. അങ്ങനെ കുറേ നടന്നിട്ട് നല്ല ടയർഡായിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു കട്ടയുണ്ട്. ആ കട്ടയിൽ വന്ന് ഇരുന്നതാ. ഇപ്പുറത്തൊക്കെ ഫുള്ള് മൗണ്ടൈൻ വ്യൂ ആണ്. ആ മൗണ്ടൈനൊക്കെ ലാൻഡ് സ്ലൈഡായിട്ട് പോയിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡല്ല, റോഡിന് വേണ്ടി എടുത്തു മാറ്റിയത്. അതേ റോഡിലായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോളം വന്നത്. അതൊക്കെ കടന്ന് ഇതിലൂടെ ആയിട്ട് ഈ റോഡിലായിട്ട് ഞാനിങ്ങനെ വന്നു. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം വല്ല വണ്ടിയൊക്കെ കിട്ടുന്നതിന് നോക്കണം, ഇല്ലെങ്കിലും നടക്കണം. ഫുഡ് കഴിക്കുന്ന സമയമായി. പെപ്പെ ഫാൾസിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് അഡ്വഞ്ചർ ക്യാമ്പായിട്ടുള്ള പാരഡൈസ് അഡ്വഞ്ചർ ക്യാമ്പായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും പിന്നെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആടെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് 20 മിനിറ്റിൻ്റെ ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ എത്താൻ പോകുന്നതാണ് പെപ്പെ ഫാൾസ്. അപ്പോൾ ആ പെപ്പെ ഫാൾസിലേക്കുള്ള ട്രക്കിംഗ് ഫുഡ് കഴിച്ചതോടെ ഞാൻ തുടങ്ങും. ഞാൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. വെജ് ഫ്രൈഡ് റൈസ്. ചിക്കൻ ഒന്നും കഴിക്കുന്നില്ല. മിക്കവാറും ഇന്ന് രാത്രിയുടെ സ്റ്റേയും ഞാൻ ഇവിടെ തന്നെ ആക്കും. അവരെ ഹോം സ്റ്റേ കാര്യങ്ങളുണ്ട് അവിടെ, അതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ മിക്കവാറും എൻ്റെ സ്റ്റേ ആയിരിക്കും. ഞാൻ എൻ്റെ ടെൻ്റ് അടിച്ചിട്ട് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ജാഗ ഉണ്ടല്ലോ, ചെയ്തു നോക്കും. പിന്നെ ആദ്യം ട്രക്കിങ് കഴിഞ്ഞ് പറ്റും. ഓക്കെ, ഈ റിവർ കണ്ടല്ലോ നിങ്ങൾ. ഈ റിവർ കടന്നിട്ട് വേണം നമുക്ക് എൻ്റെ ട്രക്കിംഗ് പോയിന്റിലേക്ക് പോകാനും. അപ്പം അവിടെ ഇതുണ്ട്, ബോട്ടുണ്ട്, പിന്നെ കയാക്കിങ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കട്ടെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. ഒരു 20 മിനിറ്റിൻ്റെ ട്രക്കിങ് എന്തായാലും ഉണ്ട്. ഇവിടെ വീട്ടിൽ ബാഗ് മറ്റും വെക്കാൻ പറ്റിയിരുന്നത് നല്ല സുഖമായിരുന്നു. അത് പറ്റൂല, ഇതേയിൽ പോകേണ്ടി വരും തോന്നുന്നുണ്ട് മിക്കവാറും. നോക്കട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരോട്. ടെൻ്റ് അപ്പുറത്ത് വെച്ച് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് എടുക്കാനാണ് കായൽ. കിത്തനെ പോയി 100 per person up and down. ആ ഓക്കെ. അപ്പോൾ പോകാനും വരാനായിട്ട് ഒരാൾക്ക് 100. അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് അടുക്കായിരുന്നു. अभी देने का पैसा बाद में? अभी देना है सर पहले. हाँ ठीक. कितना है आप अकेले? अकेले. अच्छा, कैश देना है सर पहले? कैश है, हाँ मेरे पास है, कोई बात नहीं, टेंशन मत. ആദ്യം ക്യാഷ് വേണത്ര. ക്യാഷ് കൊടുക്കുക. यूट्यूबर है सर आप? हाँ यूट्यूबर? हाँ हाँ यूट्यूबर है. ये सर डिस्काउंट कुछ नहीं है? सर आने जाने का. ठीक है कोई बात नहीं. सर इधर इधर स्विम कर सकता है ना? इधर बाद में इधर सकते. എൻ്റെ ആദ്യത്തെ ട്രക്കിങ് സ്റ്റാർട്ടായി. ഞാൻ പോകുന്നുള്ളത് ഈ ഒരു ചെറിയ റിവർ ക്രോസ് ചെയ്യാനാണ്.
നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു, നല്ല പച്ച പച്ച കളറിൽ. ഇനി ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലും പിന്നെ ടെൻ്റ് അടിച്ച് ബാഗൊക്കെ അവിടെ വെച്ച് ഞാൻ ഇറങ്ങി. അറിഞ്ഞൂടാ എങ്ങനെയാവും എന്താവുന്നു. ഈ പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലത്തിലൂടെ വേണം എനിക്ക് നടക്കാൻ. നടന്ന് ആ ട്രെക്ക് മറ്റേ പെപ്പെ ഫാൾസിലേക്ക് എത്താൻ അരമണിക്കൂറുണ്ട്. അരമണിക്കൂറും ഈ ഏരിയയിൽ കൂടി ഇതുപോലെ നടക്കണം. ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ എൻ്റെ മോനെ. പാറക്കല്ലുകളും അപ്പുറത്തെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇനി ആദ്യം നമുക്ക് പെപ്പെ ഫാൾസ് പോകാം. ബാക്കിയുള്ള പരിപാടികളൊക്കെ നാളെ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ഞാനിവിടെ ടെൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സമയമുണ്ടല്ലോ, നാളത്തെ ഒരു ദിവസം മൊത്തം ഉണ്ട്. പോകുന്ന വഴിയൊക്കെ നോക്കി നിങ്ങൾ. ഈ കല്ലിൻ്റെ മീത്ത് കയറി വേണം പോകാൻ. അപ്പുറത്തൊക്കെ മൊത്തം ചെളിയാണ്. കാണുന്നില്ലേ ഈ പച്ചപ്പരിതാവരം? അവിടെയാണ് ഞാൻ ടെൻ്റ് ഇട്ടിട്ടുള്ളത്. ലെറ്റ്സ് ഗോ കമോൺ. ഒരു മിനിറ്റ് ഈ വെള്ളത്തിൻ്റെ ആ ഒഴുകുന്ന സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പൂജയുടെ സൈഡ് നിങ്ങൾ നോക്കിയേ, എത്ര പേര് കൊള കിണറ. അതിനെന്ത് പറയുന്നത് എനിക്കറിയില്ല. നല്ല ആഴത്തിലുണ്ട് ഈ സംഭവം. എന്തൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബൈക്കേഴ്സ് എന്ന്, അവരാണ് ആൾക്കാർ. ഒരു അങ്ങോട്ടേക്ക് നടക്കാനുള്ള മടി കൊണ്ട് മാത്രം ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോകുന്നുണ്ട്. ഞാൻ പോകുന്ന വഴികളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ. ഇങ്ങനെ ആയിട്ട് വേണം നമ്മൾ ആ ഒരു സീനറിക്ക് എത്താൻ. വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിൽ. പക്ഷെ ഈ വെയിലിൻ്റെ ചൂടെന്തും ഈ കാണുന്ന നമുക്ക് കിട്ടുന്ന ഈ കാഴ്ചൻ്റെ അത്രയ്ക്ക് വരേയില്ല. അത് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ശരിക്കും ഇപ്പം നടക്കുമ്പോണ്ടല്ല ഇതിൻ്റെ ഈ ചൂട് ഒട്ടും അറിയുന്നില്ല. കാരണം ഞാൻ തൊപ്പി പോലും ഇട്ടിട്ടില്ല. ഞാൻ ഈ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഈ സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോണ്ടല്ലോ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇനി ആ മലയൊക്കെ കയറി വേണം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. വെള്ളമാണെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയുണ്ട്. ഈ പോകുന്ന വെള്ളമാണ് അപ്പുറത്ത് കിട്ടുന്ന വാട്ടർഫാൾ. പറഞ്ഞ മോനെ ആ വെള്ളം മറിയലും നോക്കിയേ. അതും ആ 4 ഭാഗത്തും മലകൾ മാത്രം. മോനെ കാണില്ല നിങ്ങൾക്ക്? നടക്കുമ്പോൾ നല്ല ടയർഡാകുന്നുണ്ട്. അത് വേറെ വിഷയം. കുറേ ദൂരം നടക്കാണ്ട്. 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 30-35 മിനിറ്റൊക്കെ ആയി. ഇനിയും നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് എൻ്റെ കണക്ക് പ്രകാരം. വെള്ളം മറിയുന്ന സൗണ്ട് എൻ്റെ ചെവിക്ക് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ട് ആ മറിയൽ. എന്തായാലും ആ ബ്രെത്ത് ടേക്കിങ് സീന് അടുക്കെത്താണ്ട് ഞാൻ കാട്ടിച്ചു തരൂല. ഇവിടെ നിന്ന് ഇങ്ങനെ കാട്ടിക്കാൻ പറ്റും, എന്നാലും അടുക്കെത്താണ്ട് അത് കാട്ടിക്കുന്നത് ശരിയല്ല. അതാണ് അതിൻ്റെ ഒരു ശരി. എന്താ നടക്കുന്ന വഴിയല്ലേ ഈ കല്ലിട്ട് വെച്ച് എങ്ങനെ നടക്കുമോ? ഇനി ഇതാണ് ഞാൻ വന്ന സ്ഥലം എന്ന് ആരും പറയണ്ട. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. വരാൻ പോകുന്ന വെടിക്കെട്ട് ഇനിയാണ്. ഇപ്പം നോക്കി അവിടെ താഴെ നേരെ വെള്ളം ഒഴുകി പോകുന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിനും താഴേക്കാണ് മെയിനായിട്ട് നമ്മളെ സംഭവം ഉള്ളത്. ഇതിൻ്റെ ഒക്കെ ഇടയിലായിട്ടുള്ളത് ഞാൻ. നോക്കി ഈ സ്ഥലത്തേക്ക് വരുന്നവരോട് മെയിനായിട്ട് പറയാനുള്ളത്, ആദ്യം വരുമ്പോൾ ഒരു 100 പിന്നെ ഇവിടെ ഒരു 50 കൊടുക്കാനുണ്ട് എൻട്രി ഫീസായിട്ട്. ഇപ്പോൾ ടോട്ടല് 150 ഇവിടെ എൻട്രി ഫീസ് വരുന്നുണ്ട്. എന്തിനൊക്കെ ഈ വാട്ടർഫാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്നവരൊക്കെ അതൊക്കെ കരുതി കൂട്ടി വന്നാൽ മതി, അല്ലാണ്ട് ഇറങ്ങരുത്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ മുടിഞ്ഞ റേറ്റും ഉണ്ട് ഫുഡിനൊക്കെ. ഒരു ഫ്രൈഡ് റൈസ് കഴിക്കണമെങ്കിൽ 240 രൂപയൊക്കെ വേണം.
അതും വെജ് ഫ്രൈഡ് റൈസ്, മനസ്സിലായല്ലോ. അങ്ങനെ അവിടെ ക്യാഷും കൊടുത്ത് ഞാൻ ഇറങ്ങി. ഇറങ്ങുന്ന വഴികളൊക്കെ വരുന്നുള്ളതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്ന വഴികളാ. മരം കൊണ്ടുള്ള പലക, സോറി മരം കൊണ്ടുള്ള പലക അല്ല, മരം കൊണ്ടുള്ള സ്റ്റെപ്പ്. പാവം പറ്റുന്നുണ്ടാവില്ല. ഇനിയും ഇതേ സ്റ്റെപ്പ് 10 മിനിറ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇനി എത്ര നടന്നാൽ എന്താ കാണാനുള്ളത്, കാണാനുള്ള പോലും പറഞ്ഞറിയിക്കണ്ടല്ലോ. മോനെ ഇത് വിഷ്വൽസ് ഉണ്ടല്ലോ സൂപ്പർ ആട്ടാ. ഇത് ക്യാമറയിൽ എത്രത്തോളം വരും നമുക്കൊരു ധാരണയില്ല. അത്ര കാണാൻ, കണ്ണുകൊണ്ട് കാണാനും മോനെ സൂപ്പർ വെച്ചാൽ പൊളിയാണ്. ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ മറ്റേ മുള കൊണ്ട് ഉണ്ടാക്കിയ ആ സാധനത്തിൽ അപ്പുറത്തേക്ക് കടന്നിട്ടാണു. അപ്പം എൻ്റെ വെയിറ്റ് താകുമെന്നുള്ളൊരു പേടിയുണ്ട്. താങ്ങത്തൊന്നുമില്ല, എന്നാലും ഒരു അനക്കല്ലുണ്ടാവും, ഭയങ്കര പേടിയാകുന്നുണ്ട്. ഇതാ വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ. അത് ഒറ്റക്ക് ഇവിടം വരെ ഞാൻ എത്തിയത് ഒറ്റക്കാണ്. അതും കണക്കിലെടുക്കാനുണ്ട്. ഒരു മലയാളി ഉണ്ട് ഫ്രം കാസർഗോഡ്. കാസർഗോഡ് തന്നെ ആളുണ്ട്. നീ കഴിഞ്ഞാ നിങ്ങൾ പരിപാടി എത്തിയുള്ളൂ നിങ്ങള്? ബൈ ലൈഫ് ജാക്കറ്റ് लेके क्या मॉडल है? 100 रुपए का लाइफ जैकेट है। मेरे को एक चाहिए। वो मेरे साथ है आपका डिमांड खत्म हो गया? ठीक है देखियो ഗൈസ് പുളിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലാണ് ഇട്ടതാ. നെജു ഇത് നമ്മളെ പണ്ടത്തെ കൂടെ ക്യാമ്പിന്റെ കോർഡിനേറ്റർ ആണ്. ഓൻ ഇച്ചേക്ക് ചെയ്ത് ഞാൻ പാക്കേജില് ഞാൻ ടീമും കൊണ്ട് വന്ന് നമ്മൾ ഇവിടുന്ന് കണക്ട് ആയി. അത്രേ ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ള ടീംസ് ഒക്കെ ഉണ്ട്. കൂടെ ക്യാമ്പിൽ വന്ന ടീംസ് ഇവിടെ പിന്നെ ഉണ്ട്. ബാക്കിയെല്ലാം കുളിക്കുന്നുണ്ട്. ഇനി മുകളിലേക്ക് നടന്നുകൊണ്ട് പോകാണ്ട്, അതേപോലെ ട്രക്കിങ് റിട്ടേൺ ചെയ്യാണ്ട്. അപ്പൊ ഇനി മുകളിലേക്ക് എത്തി നമുക്ക് കാണാം. ഗൈസ് ഇവിടേക്ക് വന്ന യാത്രയിൽ മൊത്തം കേരള ടീംസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ എടുത്തിട്ടുണ്ട്. അവിടെ സ്ഥലം എന്ന് പറഞ്ഞ മലപ്പുറം വരുന്ന മലപ്പുറം പെരിന്തൽമണ്ണിലെ പേരെന്താന്ന് പറഞ്ഞു? റോഷൻ. ഇവര് ക്യാമ്പായിട്ട് വന്നതാണ്, കൂടെന്റെ ക്യാമ്പായിട്ട് വന്നതാണ്. ഞാൻ തനിച്ചു. ഓക്കെ, യാദർശികമായി കണ്ടുമുട്ടിയതാണ്. ഇനി ആരും പറയരുത് പ്ലാനിങ് ആണെന്നോ. താഴ്ചിട്ട് ഒരു മാതിരി കുടിക്കാനെങ്കിൽ വെള്ളവും ഇല്ല, കുപ്പിയും ഇല്ല. പിന്നെ ഞാൻ എന്താ ഓരോ കയ്യിലൊരു കുപ്പി ഉണ്ടായി ക്യാമ്പിൽ വന്നപ്പോൾ ഇതിലിങ്ങനെ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് കയറ്റണം. ഇട്ട പോലെ 1 minute. ഓക്കെ, എന്ത് തണുപ്പാറി വെള്ളമോ. അതേപോലെ തന്നെ മറ്റേ വാട്ടർ ഫാൾസിലെ വെള്ളമാണെങ്കിലും അമ്മാതിരി തണുപ്പ്. ഇപ്പൊ നമുക്ക് മുകളിലേക്ക് നടക്കാൻ കൂട്ടിന് ആൾക്കാരെ കിട്ടി. നമ്മളെ കൂടെ ക്യാമ്പിന്റെ ആൾക്കാർ തന്നെ, കേരളത്തിലെ തന്നെ ആൾക്കാരാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അത് വേണ്ട, അത് വേണ്ട. I don't know what it means. One of my brother who is in Kerala. Allah. He is military. What's his name? What's that fellow name? Yeah. Don't text him anymore, okay? It means I know you. Allah. പോയി ഓളം മൂട് പോയി. കഴിച്ച് അങ്ങനെ നമ്മള് പോകുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് റിട്ടേൺ നമ്മള് പോയിക്കൊണ്ട് അതും പോയി പറഞ്ഞു. വൺ സൈഡ് ഇരിക്കുക. അതാ ഫുള്ള് മലയാളി പിള്ളമാരുണ്ട്. ഇതായി വന്നതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ അങ്ങോട്ടും കിടക്കാനുണ്ട്. ഞാൻ പിന്നെ ടെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. സമയം ഇപ്പൊ ഏകദേശം 7 ആയിക്കൊണ്ട് വന്ന് ഇവിടെ ഈ പോയാൽ ഞാൻ എൻ്റെ 3 ടീഷർട്ടും വേറെ ഒരു പാൻറ്റും അതൊക്കെ കൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ അതിന് റിട്ടേൺ എടുക്കണം. ഇതാണ് ഞാൻ കെട്ടിയിട്ടുള്ള ടെൻറ്റ്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ
ബൈക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് ആസാമിലത്തെ ആൾക്കാരാണ്. എന്താ വെച്ചാല് ഇവരെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് ഇത്രയോ വർഷമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജോയിനിങ് പാർട്ടിയാണ്. ഇതാണ് കാണുന്നുണ്ടല്ലോ. कभी उलझे जवाब सा के सहरा में भी आब सा मेरे जैसा तू के देगा का हो एक सिरा के अरमानों का सिलसिला में भी आब सा ഇരുട്ടായിക്കൊണ്ട് വന്ന് ഒന്നും കാണുന്നില്ല. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.